എൻ്റെ മേശയ്ക്കകത്ത് ഞാൻ കുറച്ച് പൈസ വെച്ചിരുന്നു. ഇപ്പം ഞാൻ അതവിടെ നോക്കിയപ്പോൾ കാണാനില്ല. എടുത്തോ? ഞാനോ? അല്ലാതെ ഇവിടെ വേറെ ആരും വരാനില്ലല്ലോ അതെടുക്കാൻ. അതിന് ക്ലീറ്റോന്റെ എവിടെന്നാ പൈസ? ക്ലീറ്റോന്റെ പൈസ ഇല്ലാന്നാണല്ലോ എന്നോട് പറഞ്ഞേ. അത് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അധ്വാനത്തിലുള്ള പൈസ ഇല്ല എൻ്റെ കയ്യിൽ എന്നാണ് പറഞ്ഞത്. ഇത് പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് വെച്ചിരുന്ന പൈസ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പൈസ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ 5ന്റെ പൈസ എടുക്കാൻ. അതെ, എൻ്റെ കയ്യിൽ, അതായത് ഞാൻ എന്ന ക്ലീറ്റോ എന്ന വ്യക്തിയുടെ കയ്യിൽ പൈസ ഇല്ല. അത് പാർട്ടിയുടെ പൈസയാണ്. പാർട്ടിയുടെ പൈസ എൻ്റെ പൈസ ആവില്ല, അത് കണക്കുള്ള പൈസയാണ്, അത് പാർട്ടിയുടെ പൈസയാണ്. ആ പൈസ എവിടെ? അത് കാണാനില്ലാതാണ് ഞാൻ ചോദിച്ചത്. അത് വെച്ചെടുത്ത് പോയി നോക്കണം. വെച്ചെടുത്ത് നോക്കിയിട്ട് കാണാത്തോണ്ടാണ് പറഞ്ഞത്. തങ്കം, ഇതെന്ത് എന്നോട് ചോദിക്കണം? എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് നിങ്ങൾ എനിക്ക് തന്നില്ലല്ലോ. ലില്ലി തരാന്ന് പറഞ്ഞില്ലേ? ആണല്ലോ. എന്നിട്ട് ലില്ലി നിന്ന് കിട്ടിയോ? ലില്ലി വൈകുന്നേരം തരുമെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? അതെ, ആയിക്കോട്ടെ. അതിനിടയ്ക്ക് നീ ഇത് എന്തിനെടുത്തത്? ഞാൻ കളിക്കരുത്, തമാശ കളിക്കരുത്. എവിടെയാ പൈസ വെച്ചത്? ഞാൻ എവിടെ? നമ്മുടെ മേശയില്. പിന്നെ മേശയിലൊന്നും വെച്ചിട്ടൊന്നുമില്ല. നോക്കട്ടെ, അവിടെ ഉണ്ടാവും. എവിടെ വെച്ച്? എന്റെ വിധം മാറരുത്. എന്റെ വിധം മാറും അധികം താമസിച്ചത്. എവിടെ വെച്ച് ക്ലീറ്റോ? ഇതെന്റെ മേശ, അറിയാലോ. മേശയല്ല, ഈ വീട്ടിലെ മേശ ആണെങ്കിലും ഞാനാണ് ഇതിനകത്ത് എന്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്താണ് വെക്കണം. ഇത് എന്റെ ഡയറി. ഈ ഡയറിക്കകത്ത് ഈ ലോട്ടറി ടിക്കറ്റും 3000 രൂപ വെച്ചു. ഈ ലോട്ടറി ടിക്കറ്റ് ഡേറ്റ് കഴിഞ്ഞതായതുകൊണ്ട് നീ ഇത് എടുത്തില്ല. ഇല്ലെങ്കിൽ ഇത് നീ അടിച്ചു മാറ്റിയ പൈസ നീ എടുത്തു. ആ പൈസ ഞാൻ എടുത്തിട്ടില്ല. ഈ ഡയറി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. തങ്ക, ഒരുപാട് അങ്ങോട്ട് നീ അഭിനയിക്കരുതേ. ഞാൻ പറഞ്ഞത് പാർട്ടിയിലില്ല, എനിക്ക് ചെന്ന് കേറാൻ പറ്റില്ല, നാണക്കേടാണ്. നാണക്കേടാണെങ്കിൽ കേറണ്ട. ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല ക്ലീറ്റോ. എന്റെ ചക്കരല്ലേ, പറ, എടുത്തെങ്കിൽ പറ. ഞാൻ വേണമെങ്കിൽ അതിൽ നിന്ന് നിനക്ക് 200 രൂപ ഞാൻ തരാം. പക്ഷെ അതില്ലെങ്കിൽ എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തങ്കം, നീ അത് താ. ഞാൻ എടുത്തിട്ടില്ല. മര്യാദയ്ക്ക് പൈസ എന്തുവാണ് ക്ലീറ്റോ? പിന്നെ മോഷണം നടത്താനാണ് പിന്നെ കള്ളി ഡൈവേഴ്സ് ഒക്കെ തരാം. അതിന് മുമ്പ് എന്റെ 3000 രൂപ ഡൈവേഴ്സ് വരെ കല്യാണം എന്തോ വെച്ചാൽ നടത്തിക്കോ. കളിക്കുന്നടി എന്റെ ലില്ലി മോളെ, ഞാനൊരു 3000 രൂപ വെച്ചിരുന്നു. ഈ ഡയറിക്കകത്ത് വെച്ചിരുന്നു. ഇപ്പൊ കാണാനില്ല. അതെ, എന്റെ പൊന്നെ, ഞാൻ അധ്വാനിച്ച പൈസ എന്റെ കയ്യിലില്ല. പക്ഷെ പാർട്ടിയുടെ ഫണ്ടിന്റെ ഒരു 3000 രൂപ ഞാൻ ഇതിനകത്ത് വെച്ചിരുന്നു. ആ പൈസ കാണാനില്ല. അത് ഇവളെ എടുത്ത് നന്നായിട്ട് നോക്കി. പിന്നെ കള്ളിനോ? പിന്നെ നിന്നെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. അവളെ കള്ളിയാണെന്ന് മാത്രം പറയും. അവൾ അങ്ങനെ ചെയ്യത്തില്ല. ഇതിനകത്തിരുന്ന പൈസ പിന്നെ മാഞ്ഞു പോയാ അപ്രത്യക്ഷമായ. സമാധാനമായിട്ട് അങ്ങനെയൊന്നും പറയണ്ട ചേച്ചി. പൈസ ഒക്കെ എടുത്തിട്ടുണ്ട്. എടുത്തെങ്കിൽ അങ്ങ് കൊടുക്കുകയും ചേച്ചി എത്ര പ്രാവശ്യം ഇരുപത്തിരണ്ട് പൈസ എടുത്തിരിക്കുന്നു? പിന്നെ ഇരിക്കുമല്ലോ നിധി. എടി ഉള്ളതാവട്ടെ. ഇപ്പൊ ഞാൻ ചോദിച്ചോളൂ, 3000 നീ നിന്ന് എടുത്തില്ലേ? ഞാൻ 3000 ഇവിടെ വെക്കും. അപ്പൊ 3000 രൂപ എവിടെ വെച്ചിരുന്നു? കൊടുക്ക്. വല്ല 2000 ഞാനത് വിഴുങ്ങി. ഞാൻ കൊടുക്കണില്ല. എന്ത് ചെയ്യും? കണ്ടാ ഇവിടെ ഇതാണ് അഹങ്കാരം. അവളെ ഇതിനകത്ത് വെച്ചിരുന്നു. ശൂന്യാകാശത്തൂടെ പോണ റോക്കറ്റ് ആണെങ്കിൽ അത് അപ്രത്യക്ഷമായെന്ന് പറയാം. ഇത് ഈ മേശക്കകത്ത് വെച്ചിരുന്ന 3000 പോയിന്ന് പറഞ്ഞാൽ എങ്ങനെ? നോക്കി നിങ്ങൾ നോക്ക്.